ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന +2 ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ +2 പ്രിലിംസിന്റെ ഓൾറെഡി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കഴിഞ്ഞ വർഷം നടത്തിയ +2 പ്രിലിമിനറിയുടെ 2 ഘട്ടങ്ങളിലായിട്ട് നടത്തിയ പരീക്ഷയുടെ ചോദ്യ പേപ്പർ നമ്മൾ പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് +2 പ്രിലിംസിനായാലും ഇനി വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കായിട്ട് ആയാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് +1 +2 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് +1ൻ്റെ എക്കണോമിക്സിൻ്റെ ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ +1ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എക്കണോമിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ്. അപ്പോൾ PSCയുടെ ഒരു മാറിയ രീതി അനുസരിച്ച് വളരെയധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കറിയാം. കഴിഞ്ഞ 10th പ്രിലിംസിൻ്റെ 5ാം ഘട്ട പരീക്ഷയ്ക്ക് ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചോദ്യ പേപ്പർ ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെയാണ് നമുക്ക് ചോദ്യ പേപ്പർ വരുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓരോ കാര്യത്തെ പറ്റിയിട്ട് ആഴത്തിൽ അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഈ രീതിയിൽ തന്നെ ക്ലാസ് മതി എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ക്ലാസ് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ജോലിയാണ് അല്ലേ? അപ്പോൾ ഗവൺമെന്റ് ജോലി നേടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ അറിവുകൾ നേടാൻ പറ്റും ആ രീതിയിലെല്ലാം നമ്മൾ അറിവുകൾ നേടുന്നുണ്ട് അല്ലേ? യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട്, പത്രങ്ങൾ വായിച്ചിട്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ട്. അപ്പോൾ ഓരോ അറിവും നമുക്ക് എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് തോന്നിയ ഒരു ആപ്പ് ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. ആപ്പിന്റെ പേര് കഥ ഇൻഫോ ആപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സൗജന്യമാണ്. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആപ്പിന്റെ പ്രത്യേകത PSC ഉദ്യോഗാർത്ഥികൾക്ക് കറക്റ്റ് സമയത്ത് ജോലി അവസരങ്ങൾ എപ്പോഴൊക്കെയാണ് ഉണ്ടാവുന്നത്, ജോലി അവസരങ്ങൾ കൃത്യമായ സമയത്ത് അറിയുവാനും അപ്ലൈ ചെയ്യാനും പറ്റുന്ന ഒരു ആപ്പാണ്. പിന്നെ PSC ഉദ്യോഗാർത്ഥികളുടെ മെയിൻ പ്രശ്നമാണ് കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അന്നന്ന് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കത്തിൽ എളുപ്പത്തിൽ കേൾക്കുവാനും വായിക്കുവാനും സഹായിക്കുന്ന ഒരു ആപ്പാണ് കഥ ഇൻഫോ ആപ്പ് എന്ന് പറയുന്നത്. വായിക്കുവാനും കേൾക്കുവാനും മാത്രമല്ല, ഓരോ ദിവസത്തെയും വാർത്തകൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ക്വിസിന്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ഓർമ്മയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഒരു ക്വിസ് എന്ന് പറയുന്നത്. അതെനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് PSC കോർണറിലൂടെ PSCയുടെ പുതിയ അറിവുകളെല്ലാം അറിയാനായിട്ട് പറ്റും. PSC ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചു നേരം റിലാക്സ് ചെയ്തിരിക്കണം, ഒരു കഥയൊക്കെ കേൾക്കാൻ മൂടുള്ളവരാണെന്നുണ്ടെങ്കിൽ, കഥ കേൾക്കാൻ താല്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ കഥ കേൾക്കാനും, യാത്രാ വിവരണങ്ങൾ വായിക്കാനും, അതുപോലെ തന്നെ ഹെൽത്ത് ടിപ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ കുടക്കീഴിൽ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആപ്പാണ്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് പറയുന്നത്. ഇപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ പറയട്ടെ, തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കയറിയിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ഇതിനെക്കുറിച്ച് ടെലഗ്രാമിൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് എക്കണോമിക്സ് +1 എക്കണോമിക്സിന്റെ ആദ്യത്തെ ചാപ്റ്ററാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ്ഘടനയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ്ഘടനയെ പരിചയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പിന്നോക്കാവസ്ഥയ്ക്കും മുരടിപ്പിനും കാരണങ്ങളായിട്ടുള്ള ഘടകങ്ങളെ തിരിച്ചറിയുന്നു. ഇതാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഒരു വേർഡ്, ഈ പറയുന്ന വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആര് പറഞ്ഞതാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നോക്കുക, ഇന്ത്യ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്.
ഈ സാമ്രാജ്യത്തിൻ്റെ ഏതു പ്രദേശത്തെ ആധിപത്യം നഷ്ടപ്പെട്ടാലും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും. പക്ഷേ ഇന്ത്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? 1894 ബ്രിട്ടീഷ് ഇന്ത്യ വൈസ്രോയി ആയിരുന്ന വിക്ടർ അലക്സാണ്ടർ ബ്രൂസിൻ്റെ വാക്കുകളാണ്. വിക്ടർ അലക്സാണ്ടർ ബ്രൂസിൻ്റെ വേർഡ്സ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ആമുഖത്തിലോട്ട് കടക്കുമ്പോൾ, ആമുഖം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വായിക്കുന്നില്ല. അതിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ്, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ്, തൊട്ട് മുൻപ് വരെ ഇന്ത്യൻ എക്കോണമി എങ്ങനെയായിരുന്നു, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതാണ് ആമുഖത്തിൽ പറയുന്നത്. അപ്പോൾ അത്രയും മനസ്സിലാക്കുക. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കോളനി കാലത്തെ താഴ്ന്ന സാമ്പത്തിക വികസനം ആദ്യം പഠിക്കാനുള്ള ഹെഡിങ് ആണ് ലോ ലെവൽ ഓഫ് ഇക്കോണമിക് ഡെവലപ്മെന്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. എന്താണ് കൊളോണിയൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൊളോണിയൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ ഒരു സമയത്തെയാണ് നമ്മൾ കൊളോണിയൽ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുൻപ് ഇന്ത്യക്ക് സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടനയാണ് ഉണ്ടായിരുന്നത്. കൃഷിയായിരുന്നു ഇക്കാലത്തെ ജനങ്ങളുടെ പ്രധാന ജീവിതോപാധി. അപ്പോൾ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും എങ്ങനെയാണ്? കൃഷിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ആ ഒരു സമയമാണ്. എന്നിരുന്നാലും വൈവിധ്യമാർന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യ. പരുത്തി, പട്ടുതുണിത്തരങ്ങൾ, ലോഹം, അമൂല്യമായ രത്നങ്ങൾ തുടങ്ങിയ കരകൗശല വ്യവസായങ്ങൾക്ക് ഉയർന്ന പുരോഗതി കൈവരിച്ചിരുന്നു. ഗുണമേന്മയുള്ള വസ്തുക്കളാൽ നിർമ്മിതമായ ഈ ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യൻ കരവിരുത് പ്രകടമായിരുന്നു. അതിനാൽ അവ വിദേശ കമ്പോളങ്ങളിൽ പ്രിയമേറിയവയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഞാൻ ഓരോ ഹെഡിങ്ങിന് താഴെയുള്ള കാര്യങ്ങളും സിമ്പിളായിട്ട് അതിൽ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിന് ശേഷം നമുക്കതൊന്ന് വായിച്ചു പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളും. അപ്പോൾ നമുക്ക് പറയാം. കോളനി കാലത്തെ താഴ്ന്ന സാമ്പത്തിക വികസനം എന്ന് പറയുന്നതിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളും ഒക്കെ ആയിട്ട് ഏർപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ്, കരകൗശല വ്യവസായങ്ങൾക്ക് വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അതായത് ഇന്ത്യയിലെ പരുത്തി, പട്ടുതുണിത്തരങ്ങൾ, ലോഹം, രത്നങ്ങൾ തുടങ്ങിയ കമ്മോഡിറ്റീസിനൊക്കെ വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് എന്താണ്, ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു. സെൽഫ് സഫീഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്ന ഒരു സമയമാണ്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഭരണം തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്ത്യൻ എക്കോണമി തകരാൻ വേണ്ടിയിട്ട് തുടങ്ങി. കൂടാതെ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ, രണ്ട് ലക്ഷ്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിലോട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് തരുന്ന ഒരു രാജ്യമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക. ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ തരുന്ന ഒരു രാജ്യമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. പിന്നെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള ഒരു മാർക്കറ്റ് ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ആർക്കുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ സമ്പത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ബ്രിട്ടനിലോട്ട് കൊണ്ടുപോവുക. അതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം വയ്ക്കുന്നവർ എന്ത് ചെയ്യില്ല? ഒരിക്കലും ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരൊന്നും തന്നെ ചെയ്യില്ല അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരൊന്നും തന്നെ ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? ബ്രിട്ടനിലോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് പ്രൊഡക്ട്സ് ഉണ്ടാക്കി അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ചീപ്പ് റേറ്റിന് വിൽക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാവുമ്പോൾ ഇവിടെ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് കുറേ ടൈമൊക്കെ എടുത്ത് അത്യാവശ്യം വിലയിലൊക്കെയാണ് ഇവിടെ വിൽക്കുക. അതേസമയം അവിടെ മെഷീൻസിലൊക്കെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഇവിടെ കൊണ്ടുവന്ന് ചീപ്പ് റേറ്റിന് കൊടുക്കുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും? വിലക്കുറവിൽ കിട്ടുന്നിടത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ കുടിൽ വ്യവസായം തകർന്നു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിട്ടുള്ള എല്ലാ എക്കണോമിക് പോളിസീസും ഇങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യൻ എക്കോണമിയെ പാടെ തകർക്കുന്ന തരത്തിലുള്ളതായിരുന്നു.
അപ്പോൾ ഇന്ത്യയിലെ ആളുകളുടെ അടുത്ത് നിന്നും മാക്സിമം ടാക്സ് പിരിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരൊന്നും തന്നെ ചെയ്തില്ല. അതുപോലെ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം, ഓക്കെ, ദേശീയ വരുമാനം, ആളോഹരി വരുമാനം, ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട്, അതായത് പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില വ്യക്തികൾ അവരവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലരാണ് ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബെ, ഫിൻലി ഷിറാസ്, VK റാവു, RC ദേശായി തുടങ്ങിയവർ. അതിൽ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് VK റാവുവിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. നമ്മൾ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുൻപ് ഇന്ത്യക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള സമ്പദ്ഘടനയാണ് ഉണ്ടായിരുന്നത്. കൃഷിയായിരുന്നു മെയിനായിട്ടുള്ള ജീവിതോപാധി എന്ന് പറയുന്നത്. എങ്കിലും എന്താണ്, ഹാൻഡിക്രാഫ്റ്റ് അല്ലെ, പരുത്തി, പട്ടുതുണിത്തരങ്ങൾ, ലോഹം, അമൂല്യമായ രത്നങ്ങൾ തുടങ്ങിയ കരകൗശല വ്യവസായങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സിന് ഉയർന്ന പുരോഗതി കൈവരിച്ചിരുന്നു. ഗുണമേന്മയുള്ള വസ്തുക്കളാൽ നിർമ്മിതമായ ഈ ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യൻ കരവിരുത് പ്രകടമായിരുന്നു. അതിനാൽ അവ വിദേശ കമ്പോളങ്ങളിൽ പ്രിയമേറിയവയുമായിരുന്നു. കോളനി ഭരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പുരോഗതിയേക്കാൾ ഉപരി എന്തായിരുന്നു? അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ സംരക്ഷണവും പ്രോത്സാഹനവുമായിരുന്നു. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അസംസ്കൃത വസ്തുക്കളുടെ ദാതാവും, നമ്മൾ പറഞ്ഞല്ലേ ഇവിടെ നിന്നും റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യ മാറ്റാമെന്ന് പറഞ്ഞു. അസംസ്കൃത വസ്തുക്കളുടെ ദാതാവ്, ബ്രിട്ടനിൽ നിന്നുള്ള അന്തിമ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുവാനുള്ള ഒരു മാർക്കറ്റുമായിട്ട് ഇന്ത്യയെ കണക്കാക്കി. ഓക്കെ, അതാണ് രണ്ട് ലക്ഷ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ. ഇനി നമ്മൾ പറഞ്ഞു പിന്നെന്താണ്, ദേശീയ വരുമാനം അല്ലേ. അപ്പോൾ അത് നോക്കുക, ഈ കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം, ആളോഹരി വരുമാനം, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള ആത്മാർത്ഥമായൊരു പരിശ്രമമൊന്നും ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല? കോളനി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പം ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ചില ശ്രമങ്ങൾ നടന്നുവെങ്കിലും പരസ്പര വിരുദ്ധവും ചേർച്ചയില്ലാത്തതുമായിരുന്ന ഫലങ്ങളാണ് ലഭിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ച കുറച്ച് വ്യക്തികളാണ് ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബെ. ഈ പേരുകൾ ഓർത്തിരിക്കുക കേട്ടോ. ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബെ, ഫിൻലെ ഷിറാസ്, VK റാവു, CR ദേശായി തുടങ്ങിയവർ. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ആരുടേതാണെന്ന് പറഞ്ഞു? VK റാവുവിൻ്റെ പഠനങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടത്. ഇത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ രാജ്യത്തിൻ്റെ മൊത്തം യഥാർത്ഥ ഉൽപ്പന്ന വളർച്ചാ നിരക്ക്, അതായത് അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2% താഴെയും വാർഷിക ആളോഹരി ഉൽപ്പന്ന വളർച്ചാ നിരക്ക് പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെറും 0.5% താഴെയുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. സിമ്പിളായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഓരോ മേഖലയിലും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പഠിക്കണം. അതിന് മുന്നേ ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, ബംഗാളിലെ തുണി വ്യവസായം എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് വായിച്ചു നോക്കുക. പരുത്തി വസ്ത്രങ്ങളുടെ വകഭേദമായ മസ്ലിൻ, പരുത്തി വസ്ത്രങ്ങളുടെ വകഭേദമാണ് മസ്ലിൻ. മസ്ലിൻ തുണിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? ഇന്നത്തെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ഢാക്കയും, ഢാക്കയും പരിസര പ്രദേശങ്ങളുമാണ് മസ്ലിൻ തുണിയുടെ ഉത്ഭവസ്ഥാനം. പരുത്തി വസ്ത്രങ്ങളുടെ ഉത്കൃഷ്ടം ഇനം എന്ന നിലയിൽ ഢാക്ക മസ്ലിൻ ലോകപ്രശസ്തി ആർജിച്ചിരുന്നു. മസ്ലിൻ തുണിയുടെ ഏറ്റവും മുന്തിയ ഇനം മൽമൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മസ്ലിൻ തുണിയുടെ മുന്തിയ ഇനമാണ് മൽമൽ. വിദേശ സഞ്ചാരികൾ രാജകീയതയ്ക്ക് അനുയോജ്യം എന്ന അർത്ഥം വരുന്ന മൽമൽ ഷാഹി അല്ലെങ്കിൽ മൽമൽ ഖാസ് എന്നും ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർക്കുക. മസ്ലിൻ തുണിയുടെ ഉത്ഭവ സ്ഥാനം പഠിച്ചിരിക്കുക. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ഢാക്കയാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഓരോ മേഖലയിലും എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ സ്വാധീനം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പഠിക്കാനുള്ളത് എന്താണ്? കാർഷിക മേഖല, അഗ്രികൾച്ചറൽ സെക്ടറാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിന് എന്തു പറ്റി എന്നുള്ളത് നോക്കുവാണെങ്കിൽ ആ സമയത്തുള്ള, ഞാൻ ബേസിക്കായിട്ട് എന്താണ് അതിൽ പറയുന്നത് എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം വായിക്കാം കേട്ടോ. ഓക്കെ, ആ സമയത്തുള്ള ഒരു 85% ആളുകളും എങ്ങനെയായിരുന്നു? കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചവരായിരുന്നു. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് തന്നെയായിരുന്നു അവരുടെ പ്രധാന ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ പോളിസീസ് എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ സെക്ടറിനെയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പോളിസി എന്ന് പറയുന്നത് എന്താണ്? കൃഷിക്കാരുടെ അടുത്ത് നിന്നും മാക്സിമം ടാക്സ് പിരിക്കുക. അത് തന്നെയാണ് അവരുടെ മെയിൻ ലക്ഷ്യം. സോ അവർക്ക് എന്താണ്? കൃഷിയിൽ എന്ത് നഷ്ടം വന്നാലും, കൃഷിക്കാർക്ക് എന്ത് തന്നെ നഷ്ടം വന്നാലും അതൊന്നും ആരെ ബാധിച്ചിരുന്നില്ല? ബ്രിട്ടീഷുകാരെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ തവണയും കൊടുക്കേണ്ട ടാക്സ് കൃത്യമായിട്ട് കൊടുക്കണമായിരുന്നു.
അങ്ങനെയൊക്കെ കർഷകർക്ക് ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ആയപ്പോൾ കൃഷിക്കാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. അവരെന്ത് ചെയ്തു? ഇൻകം ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ കൃഷി മെച്ചപ്പെടുത്താൻ വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല. സോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ട് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ അവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു പോയിന്റാണ് അഗ്രികൾച്ചറൽ സെക്ടർ മുരടിച്ചു പോകാനായിട്ടുള്ള കാരണം എന്താണ്. ഓക്കെ, കാർഷിക മേഖല മുരടിച്ചു പോകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്ന കാരണങ്ങളിൽ ഒന്നാണ് ജമീന്ദാരി സമ്പ്രദായം. ഓക്കെ, ഭൂവുടമ സമ്പ്രദായം, സമീന്ദാരി സമ്പ്രദായം. പിന്നെ ലോ ലെവൽ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സിൻ്റെ വളരെ കുറവിൽ യൂസ് ചെയ്തത്. പിന്നെ ജലസേചന സൗകര്യങ്ങളുടെ കുറവ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് വളരെ കുറവായിരുന്നു. പഴഞ്ചൻ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി സീഡ്സ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പിന്നെ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയും. ഓക്കെ, അതായത് ഫുഡ് ക്രോപ്സ്, ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നതിന് പകരം ക്യാഷിന് വിൽക്കാൻ വേണ്ടിയിട്ട് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം തന്നെ എന്തിന്? അഗ്രികൾച്ചറൽ സെക്ടർ മുരടിച്ചു പോവാനായിട്ട് കാരണമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാർഷിക മേഖലയിൽ പറയുന്നത്. പിന്നെ മാത്രമല്ല, പിന്നെ എന്താണ് 1947 ഇന്ത്യയെ പാർട്ടീഷൻ ചെയ്ത്, അല്ലേ? ഇന്ത്യയുടെ പാർട്ടീഷൻ നടന്നു. അപ്പോൾ അങ്ങനെ പാർട്ടീഷൻ ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേജർ ജൂട്ട് ഇൻഡസ്ട്രീസ് ഒക്കെ ഇല്ലേ, ആ ജൂട്ട് ഇൻഡസ്ട്രീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ ഒരു സൈഡിലായി, കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏരിയാസ് ഒക്കെ എന്തായി? വേറൊരു സ്ഥലത്തായി. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഭാഗത്ത്, കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഒരു ഭാഗത്ത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ്? അഗ്രികൾച്ചറൽ സെക്ടർ മുരടിക്കാൻ അതും ഒരു കാരണമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ഫാമേഴ്സിൻ്റെ കയ്യിൽ എന്തില്ലാതെയായി? കാശില്ലാതെയായി. ഫുഡ് വാങ്ങിക്കാൻ കാശില്ല, ഫുഡിൻ്റെ ഷോർട്ടേജ് വന്നു, മാൽന്യൂട്രീഷൻ, ഓക്കെ, പോഷകാഹാര കുറവുകൊണ്ടുള്ള രോഗങ്ങൾ വന്നു. അങ്ങനെ പട്ടിണിയായി, തൊഴിലില്ലായ്മയാകി. അങ്ങനെ ഫാമേഴ്സിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആകെപ്പാടെ ദുരിതത്തിലായി. അത്രയും കാര്യങ്ങളാണ് ഇവിടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാർഷിക മേഖല നോക്കുക. കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് നിലനിന്നത്. ജനസംഖ്യയുടെ 85% പേർ ജീവിതോപാധിയായി പ്രത്യക്ഷമായോ പരോക്ഷമായോ കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും കാർഷിക മേഖല എങ്ങനെയായിരുന്നു? മുരടിപ്പിലായിരുന്നു. സ്റ്റാഗ്നേഷൻ, മുരടിപ്പിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മൊത്തം കൃഷിഭൂമിയുടെ അളവിൽ നേരിയ വർധനം ഉണ്ടായിരുന്നെങ്കിലും കാർഷിക ഉൽപാദനക്ഷമത, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? വളരെ താഴ്ന്ന നിലയിലായിരുന്നു. കാർഷിക മേഖലയിലെ ഈ മുരടിപ്പിന് പ്രധാന കാരണം ബ്രിട്ടീഷുകാർ നടപ്പാക്കിയിട്ടുള്ള ഭൂവുടമ സമ്പ്രദായമായിരുന്നു. ഓക്കെ, ഭൂവുടമ സമ്പ്രദായമായിരുന്നു. പ്രത്യേകിച്ച് ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള സെമീന്ദാരി സമ്പ്രദായം. നമ്മൾ പറഞ്ഞില്ലേ, സെമീന്ദാരി സിസ്റ്റമാണ് ഒന്നാമത്തെ കാരണം. ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കിയിരുന്ന ഭൂവുടമ സമ്പ്രദായമാണ് ജമീന്ദാരി സമ്പ്രദായം. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാരണം. എന്ത്? കാർഷിക മേഖലയിലെ മുരടിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ബംഗാൾ പ്രവിശ്യയിലുണ്ടായിരുന്ന ജമീന്ദാരി സമ്പ്രദായം. കൃഷിയിൽ നിന്നുള്ള ലാഭം കർഷകർക്കല്ല, മറിച്ച് ഇടനിലക്കാരായിട്ടുള്ള ജമീന്ദാർമാർക്കാണ് ലഭിച്ചിരുന്നത്. എന്നാൽ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ജമീന്ദാർമാരും കോളനി ഭരണകൂടവും എന്ത് ചെയ്തില്ല? ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കർഷകരിൽ നിന്ന് വൻതോതിൽ പാട്ടം പിരിച്ചെടുക്കുന്നതിൽ മാത്രമായിരുന്നു ജമീന്ദാർമാരുടെ ശ്രദ്ധ. വർദ്ധിച്ച പാട്ടഭാരം കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കി. ഈ സമ്പ്രദായ പ്രകാരം ജമീന്ദാർ കൃത്യസമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി അടയ്ക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ജമീന്ദാർക്ക് എന്താണ്? ഭൂമിയിന്മേലുള്ള അവകാശം നഷ്ടപ്പെടും. ആയതിനാൽ കൃഷിക്കാരുടെ സാമ്പത്തികാവസ്ഥയെ ജമീന്ദാർമാർ ഒരിക്കലും തന്നെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പഴഞ്ചൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത്, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, രാസവളങ്ങളുടെ കുറഞ്ഞ ഉപയോഗം, ഇതെല്ലാം കാർഷിക മേഖലയിലെ മുരടിപ്പിന് കാരണമായി. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ട് വായിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് ആകർഷിച്ചു. നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അതാണ്, അല്ലേ? നമ്മൾ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നതിന് പകരം കാശിന് വേണ്ടിയിട്ട് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് അവരുടെ സാമ്പത്തികാവസ്ഥയിൽ ചെറിയ തോതിലുള്ള പുരോഗതി ഉണ്ടാക്കിയെങ്കിലും കാർഷിക മേഖലയിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്കിടയാക്കി. ജലസേചന സൗകര്യത്തിൽ നേരിയ പുരോഗതി ഉണ്ടായിയെങ്കിലും ഭൂമിയെ തട്ടുകളാക്കൽ, വെള്ളപ്പൊക്ക നിയന്ത്രണം, നീർവാർച്ച, മണ്ണിലെ ലവണാംശങ്ങൾ നീക്കം ചെയ്യൽ തുടങ്ങിയ രംഗങ്ങളിൽ നിക്ഷേപം കുറവായിരുന്നു. ചെറിയൊരു ഭാഗം കൃഷിക്കാർ ഭക്ഷ്യവിളകളിൽ നിന്ന്
നാണ്യവിളകളിലേക്ക് മാറിയെങ്കിലും ഭൂരിഭാഗം കുടിയാന്മാർക്കും ചെറുകിട കർഷകർക്കും കൂട്ടുകൃഷിക്കാർക്കും കൃഷിയിൽ നിക്ഷേപം ഇറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളോ സാങ്കേതിക വിദ്യകളോ പ്രോത്സാഹനങ്ങളോ ലഭിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. കാർഷിക മേഖലയുടെ മുരടിപ്പിൻ്റെ കാരണങ്ങൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ജമീന്ദാർ സിസ്റ്റം ബംഗാളിൽ ഉണ്ടായിരുന്നതാണെന്നുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യക്ക് മുമ്പുള്ള കാർഷിക മേഖല എങ്ങനെയാണ് എന്നുള്ളത്. പ്രശസ്ത ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ബെർണിയർ 17-ാം നൂറ്റാണ്ടിലെ ബംഗാളിനെ ഇപ്രകാരമാണ് വിശേഷിപ്പിച്ചത്. എങ്ങനെയാണ്? എൻ്റെ 2 സന്ദർശനങ്ങൾ ബംഗാൾ ഈജിപ്തിനേക്കാൾ സമ്പന്നമാണെന്ന വസ്തുതയെ അരക്കിട്ടുറപ്പിച്ചു. ബംഗാളിൽ നിന്ന് പരുത്തി, പട്ട്, അരി, പഞ്ചസാര, വെണ്ണ എന്നിവ ധാരാളമായി കയറ്റുമതി ചെയ്തിരുന്നു. ഗോതമ്പ്, പച്ചക്കറികൾ, ധാന്യങ്ങൾ, താറാവ്, കോഴി, വാത്ത തുടങ്ങിയവയെ സ്വന്തം ആവശ്യങ്ങൾക്കായി ധാരാളമായി ഉൽപ്പാദിപ്പിച്ചു. ചെമ്മരിയാടുകളും പന്നികളും സുലഭമായിരുന്നു. എല്ലാതരം മത്സ്യങ്ങളും സമൃദ്ധമായിരുന്നു. ജലസേചനത്തിനും സഞ്ചാരത്തിനുമായി ഗംഗയിൽ നിന്നും നിരവധി കനാലുകൾ അളവറ്റ അധ്വാനം ഉപയോഗിച്ച രാജ്മഹൽ മുതൽ സമുദ്രതീരം വരെ മുൻകാലങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 17-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ കാർഷിക പുരോഗതി പരിശോധിക്കുക. 200 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്ന കാലത്തെ കാർഷിക മുരടിപ്പിനെ ഇതുമായി താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇത് +1കാർക്കുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക. ബെർണിയർ എന്നുള്ള ആ ഒരു പേര്, ഫ്രഞ്ച് സഞ്ചാരിയായിട്ടുള്ള ബെർണിയറിൻ്റെ പേര് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് അതുപോലെ തന്നെ ഇവിടെ പഠന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് കാർഷിക മേഖലയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് വ്യാവസായിക മേഖലയാണ്, ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വ്യാവസായിക മേഖലയെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം, അതിനുശേഷം നമുക്ക് വായിക്കാം. ഓക്കെ, ഇൻഡസ്ട്രിയൽ സെക്ടറിലും എന്ത് തന്നെയാണ്, ബ്രിട്ടീഷുകാർക്ക് ഈ പറഞ്ഞതുപോലെ അവരുടെ 2 ഒബ്ജക്റ്റീവ്, 2 ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിലേക്ക് റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന ഒരു സോഴ്സ് ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക, ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഒക്കെ വിൽക്കുന്നതിനുള്ള ഒരു മാർക്കറ്റ് ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക. ഈ 2 ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തില്ല? യാതൊന്നും ചെയ്തില്ല. മറിച്ച് അതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് അവരുടെ പ്രോഡക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചീപ്പ് റേറ്റിന് എന്ത് ചെയ്യുക? ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറയും അല്ലേ? വിലക്കുറവിൽ ചീപ്പ് റേറ്റിൽ കിട്ടുമ്പോൾ എല്ലാവരും അത് വാങ്ങിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും? തകർന്നു പോയി. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയെ ആശ്രയിച്ചും അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചു മാത്രം ജീവിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ജോലിയൊക്കെ നഷ്ടമായി, തൊഴിലില്ലായ്മ രൂക്ഷമായി. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരുടെ മെഷീൻസിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചീപ്പ് റേറ്റിന് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെയുള്ള ലോക്കൽ പ്രോഡക്ട്സ്, അതായത് കൈത്തറിയൊക്കെ അങ്ങനെയുള്ളതൊക്കെ കുറേ ടൈം എടുത്തിട്ടൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വേഗം മെഷീൻസിലൊക്കെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ചീപ്പ് റേറ്റിന് വിൽക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിലെ ആളുകൾ വില കുറച്ച് കിട്ടുന്ന ബ്രിട്ടീഷുകാരുടെ പ്രോഡക്ട്സ് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിലെ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അങ്ങനെ ഒത്തിരി പേരുടെ തൊഴിൽ നഷ്ടമായി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പ്രോഡക്ട്സ് വിൽക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു മാർക്കറ്റായിട്ട് മാറി. അങ്ങനെ ആ ഒരു സമയത്ത് ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ തകർന്നു പോയി. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും ആ സമയത്ത്? കുറവായിരിക്കും. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് വളരെ കുറവായിരുന്നു. 19th സെഞ്ച്വറിയുടെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴാണ് പതിയെ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്? ഡെവലപ്പ് ആവാൻ വേണ്ടി തുടങ്ങിയത്. ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോട്ടൺ ജൂട്ട് ഇൻഡസ്ട്രിയൊക്കെയാണ് കേട്ടോ. പരുത്തി, ചണം അങ്ങനെയുള്ള വ്യവസായങ്ങളാണ് ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റീലും അയണൊക്കെ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസൊക്കെ വരുന്നത്. അതിനുശേഷമാണ് ഫെർട്ടിലൈസേഴ്സ്, റബ്ബർ, റയോണ് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെയാണ് കോട്ടൺ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ആദ്യം. പിന്നീട് കൂടുതൽ ജൂട്ട് ഇൻഡസ്ട്രീസ് എങ്ങോട്ട്? ബംഗാളിന് ചുറ്റുമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് 1907 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടിസ്കോ. ഓക്കെ, ജംഷഡ്ജി ടാറ്റ സ്റ്റാർട്ട് ചെയ്ത ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടിസ്കോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് മാറ്റം വന്ന് കുറച്ച് ഡെവലപ്പ് ആകാൻ വേണ്ടി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. വ്യാവസായിക മേഖല നോക്കുക, ഇൻഡസ്ട്രിയൽ സെക്ടർ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഒന്ന് വായിച്ചു നോക്കുക.
കാർഷിക മേഖലയിൽ എന്ന പോലെ തന്നെ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലും ശക്തമായ വ്യാവസായിക അടിത്തറ കെട്ടിപ്പടുക്കാൻ ഇന്ത്യയിൽ കോളനി ഭരണത്തിന് കഴിഞ്ഞിരുന്നില്ല. ലോക പ്രശസ്തി നേടിയ ഇന്ത്യൻ കരകൗശല വ്യവസായങ്ങൾ ക്ഷയിച്ചു എന്ന് മാത്രമല്ല, ആ സ്ഥാനത്തേക്ക് അതേ പ്രൗഢിയിലുള്ള ആധുനിക വ്യവസായങ്ങൾ ഉയർന്നു വരാൻ അനുവദിച്ചതുമില്ല. ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ബ്രിട്ടന്റെ വ്യാവസായിക നയങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടനിൽ വളർന്നു വരുന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം, നമ്മൾ പറഞ്ഞു. പിന്നെയോ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിശാല കമ്പോളമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. ബ്രിട്ടന്റെ സാമ്പത്തിക പുരോഗതി ആയിരുന്നു ഈ നയങ്ങളിലൂടെ കോളനി ഭരണകൂടം എന്ത് ചെയ്തത്, ലക്ഷ്യം വച്ചത്. ഇത് ഇന്ത്യയിൽ പുതിയൊരു സാമ്പത്തിക അവസ്ഥ സംജാതമാക്കി. കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ഉപഭോഗ കമ്പോളത്തിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇല്ലാതാക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ ഉപഭോഗ വസ്തുക്കളുടെ ചോദന വർധനവിനെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വില കുറഞ്ഞ വസ്തുക്കളുടെ ഇറക്കുമതിയിലൂടെയാണ് കോളനി ഭരണകൂടം സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയത്. അതായത് അവിടെ നിന്ന് വില കുറഞ്ഞ വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടുത്തെ പ്രോഡക്ട്സിന് ഡിമാൻഡ് കുറയും. ചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിമാൻഡ് കുറയും. 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ തന്നെ ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ വേരുറപ്പിച്ചു എങ്കിലും അവയുടെ വളർച്ച മന്ദഗതിയിലായിരുന്നു. തുടക്കത്തിൽ ഈ പുരോഗതി ചണം, പരുത്തി എന്നീ വ്യവസായങ്ങളിൽ മാത്രം ഒതുങ്ങി. ആദ്യം വന്നത് കോട്ടൺ ജൂട്ട് ഇൻഡസ്ട്രി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചണം, പരുത്തി എന്നിലായിരുന്നു ആദ്യം വന്നത്. ഇന്ത്യക്കാരുടെ അധീനതയിലുണ്ടായിരുന്ന പരുത്തി വ്യവസായശാലകൾ ആരംഭിച്ചത് എവിടെയാണ്? പ്രധാനമായും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെയാണ് പരുത്തി വ്യവസായശാലകൾ ആദ്യം ആരംഭിച്ചത്. അതേസമയം ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ചണ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചത് എവിടെയാണ്? ബംഗാളിലായിരുന്നു. ബംഗാളിലാണ് ചണ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1907 ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ സ്ഥാപിതമായി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമായി ടിസ്കോ. 2ാം ലോക യുദ്ധത്തിന് ശേഷം പഞ്ചസാര, സിമന്റ്, കടലാസ് എന്നീ വ്യവസായങ്ങൾ പേരിനെങ്കിലും ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മൂലധന ചരക്ക് വ്യവസായങ്ങൾ എന്ന് പറയുന്നതിനെ ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മൂലധന ചരക്ക് വ്യവസായങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും. മൂലധന ചരക്ക് വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇൻഡസ്ട്രീസിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസ് ഉണ്ടല്ലോ. ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നു, അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീൻസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ടല്ലോ. അതുണ്ടാക്കുന്ന കമ്പനികൾ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള മെഷീൻസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. ആ മെഷീൻസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ വരാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ സമ്മതിച്ചില്ല. കാരണം എന്താണ്, ബ്രിട്ടീഷുകാർ ഇതിന് സമ്മതിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന മെഷീൻസിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് അല്ലേ ഇവിടെ കൊണ്ടുവന്ന് ചീപ്പ് റേറ്റിന് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസും എക്യുപ്മെൻറ്റ്സും എല്ലാം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷുകാരുടെ മെഷീൻസിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഇവിടെ കൊണ്ടുവന്ന് ചീപ്പ് റേറ്റിന് വിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവരുടെ പ്രോഡക്ട്സിന് ഇവിടെ വാല്യൂ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മൂലധന ചരക്ക് വ്യവസായങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് ആര് വിസമ്മതിച്ചത്? ബ്രിട്ടീഷുകാർ അതിന് സമ്മതിക്കാതെ ഇരുന്നത്. അപ്പോൾ അങ്ങനെ സമ്മതിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ള GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരുന്നു. GDP എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ച കാണിക്കുന്നതാണല്ലോ. GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ച കാണിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖലയിൽ നിന്നും നല്ലൊരു ശതമാനം കോൺട്രിബ്യൂഷൻ വേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മൂലധന ചരക്ക് വ്യവസായങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി വരാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അതിലോട്ടുള്ള, അതായത് GDP-യിലോട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. 13% താഴെ മാത്രമാണ് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ. വ്യാവസായികവൽക്കരണത്തിന് ആത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലധന ചരക്ക് വ്യവസായങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നില്ല. അതാണ് പറഞ്ഞത്. പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പനി, അതാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
അതായത് ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളാണ് മൂലധന ചരക്ക് വ്യവസായങ്ങൾ. ഒറ്റപ്പെട്ട ചില വ്യവസായങ്ങൾ ആരംഭിച്ചുവെങ്കിലും അവ ഇന്ത്യയുടെ പരമ്പരാഗതമായ കരകൗശല വ്യവസായങ്ങൾക്ക് പകരം നിൽക്കാവുന്ന തരത്തിലുള്ളതായിരുന്നില്ല. കൂടാതെ ഈ വ്യവസായങ്ങളുടെ വളർച്ചാ നിരക്കും മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്കുള്ള GDP-യിലേക്കുള്ള ഇവയുടെ സംഭാവന നാമമാത്രമായിരുന്നു. പുതുതായി ആരംഭിച്ച വ്യവസായങ്ങളിൽ പൊതുമേഖലയുടെ സ്ഥാനം റെയിൽവേ, വൈദ്യുതോൽപാദനം, തുറമുഖം, വാർത്താവിനിമയം എന്നിവയിൽ ഒതുങ്ങി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, വ്യാവസായിക മേഖലയിൽ പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫോറിൻ ട്രേഡ് ആണ്. ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം അഥവാ ഫോറിൻ ട്രേഡിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം അല്ലേ. എന്താണ് ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ വിദേശ വ്യാപാരം എന്ന് പറയുമ്പോൾ? അതായത് ഫോറിൻ ട്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാലേ കരകൗശല വ്യവസായങ്ങൾ, ഇപ്പോൾ കാശ്മീരി ഷോള്, മെറ്റൽസ്, മാർബിൾസ്, ഇതിനൊക്കെ വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എന്താണ് ഒത്തിരി രാജ്യങ്ങളുമായിട്ട് ട്രേഡൊക്കെ ഉണ്ടായിരുന്നു, വ്യാപാര ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പക്ഷെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ആദ്യം അവരെന്താണ്, ബ്രിട്ടീഷുകാർ നമുക്കറിയാം നമ്മുടെ ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ട്രേഡേഴ്സ് ആയിട്ടാണ് ആദ്യം തന്നെ വരുന്നത്. അവർ പിന്നീട് വന്ന് ഇന്ത്യയെ മൊത്തമായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ വരുതിയിലാക്കിയെന്ന് മാത്രം അല്ലേ. ബ്രിട്ടീഷുകാരും ട്രേഡേഴ്സായിട്ട് കച്ചവടക്കാരായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും നല്ല ഹാൻഡിക്രാഫ്റ്റ്, ഹൈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയെ അവരെന്താക്കി, അവരുടെ ഇൻഡസ്ട്രീസിലോട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് മാത്രം എക്സ്പോർട്ട് ചെയ്യുന്ന, അതായത് കോട്ടൺ പോലുള്ള മെറ്റീരിയൽസ് മാത്രം എക്സ്പോർട്ട് ചെയ്യുന്ന വെറും ഒരു എക്സ്പോർട്ടർ ആക്കിയിട്ട് മാത്രം ഇന്ത്യയെ മാറ്റി. നമ്മൾ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരുടെ മെയിൻ ആയിട്ടുള്ള 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന ആളുകളാക്കി മാറ്റി, രാജ്യമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക, പിന്നെ അവരുടെ പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ട് വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് ആക്കിയിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടർ മാത്രമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റി. അവരുടെ ഫോറിൻ ട്രേഡ് പോളിസീസ് എല്ലാം തന്നെ ആ ഒരു രീതിക്കായിരുന്നു. ബ്രിട്ടീഷുകാരുടെ എല്ലാ ഫോറിൻ ട്രേഡ് പോളിസീസ് എങ്ങനെയായിരുന്നു, ഇന്ത്യയെ വെറും അവരുടെ പ്രോഡക്ട്സ് എല്ലാം ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. മാത്രമല്ല അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ത് ചെയ്യാണ്, ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാർക്കറ്റാക്കി മാറ്റുക. അങ്ങനെ ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും ബ്രിട്ടനിൽ നിന്നുള്ള ഫിനിഷ്ഡ് പ്രോഡക്ട്സിനെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. മാത്രമല്ല ബ്രിട്ടീഷുകാർ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പകുതി ട്രേഡും ബ്രിട്ടനിലേക്ക് തന്നെ ആവണം എന്നുള്ള കാര്യം അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതായത് മറ്റു രാജ്യങ്ങളൊന്നുമായിട്ട് ഇന്ത്യ കൂടുതൽ കച്ചവട ബന്ധങ്ങളിൽ ഏർപ്പെടാതെ പകുതി കച്ചവടവും പകുതി ട്രേഡും എങ്ങോട്ട് പോകണം, ബ്രിട്ടനിലേക്ക് തന്നെ ആയിരിക്കണം. അങ്ങനെ ആയിരുന്നു അവരുടെ ഒരു ഫോറിൻ ട്രേഡ് പോളിസി എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളതാണ് ശ്രീലങ്ക, ചൈന പോലുള്ള രാജ്യങ്ങളിലോട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ പകുതിയും എങ്ങോട്ടാണ്, ബ്രിട്ടനിലേക്ക് തന്നെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും, അതായത് ബ്രിട്ടനിലോട്ട് തന്നെയാണ് കച്ചവടമെങ്കിലും ഇന്ത്യയിലെ ഫോറിൻ ട്രേഡ് വളരെ നല്ല രീതിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പകുതിയും ബ്രിട്ടനിലോട്ടാണെങ്കിലും ഒരുപാട് എക്സ്പോർട്ട് സർപ്ലസ് ഒക്കെ നമുക്കുണ്ടായി, ഒരുപാട് വരുമാനമൊക്കെ വന്നു. പക്ഷേ എത്രത്തോളം വരുമാനം ഉണ്ടായെങ്കിലും, ഇത്രയും ബ്രിട്ടനിലോട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുമാനമൊക്കെ കിട്ടിയെങ്കിലും ആ കിട്ടുന്നതിൽ 1 രൂപ പോലും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബെനിഫിഷ്യലായിട്ട് വന്നില്ല. നേരെ മറിച്ച് അത് ഇന്ത്യയുടെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഒത്തിരി എക്സ്പോർട്ട് സർപ്ലസ് ഒക്കെ ഉണ്ടായി, വരുമാനമൊക്കെ ഉണ്ടായെങ്കിലും അതിൽ 1 രൂപ പോലും നമുക്ക് ഉപകാരത്തിൽ വന്നില്ല. മാത്രമല്ല അത് കൂടുതൽ മോശമായി എന്ന് പറയുന്ന കാരണം എന്താണ്, അതായത് ഇവിടെ നിന്ന് നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, എനി ടൈം എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ സാധനങ്ങളുടെ സ്കേഴ്സിറ്റി അനുഭവപ്പെടാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ സാധനങ്ങൾ കിട്ടാതെയായി, ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലാതെയായി. അങ്ങനെ ഫുഡ് പ്രൊഡക്ടിവിറ്റി അതായത് നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യലൈസേഷൻ വന്നു എന്ന് പറഞ്ഞില്ലേ, അതായത് ഭക്ഷ്യവിളകൾക്ക് പകരം ആളുകൾ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി കാശിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നാണ്യവിളകൾ മാത്രം കൃഷി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഭക്ഷ്യവിളകൾ ഇല്ലാതെയാകും, ഫുഡ് ഷോർട്ടേജ് വരും അല്ലേ, ഫുഡ് ഷോർട്ടേജ് രൂക്ഷമായി. അങ്ങനെ ഒരുപാട് പേര് പട്ടിണിയിലായി. മാത്രമല്ല ഈ കിട്ടിയ എക്സ്പോർട്ട് സർപ്ലസ് ഒക്കെ തന്നെ ഇന്ത്യയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല ഈ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. അവരെന്തിനാണ് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ആർമി ഉണ്ടാവുമല്ലോ, ബ്രിട്ടീഷുകാരുടെ ആർമി ഇന്ത്യയിലുണ്ടാവും. ആ ആർമീനെ, ബ്രിട്ടീഷ് ആർമീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മറ്റുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ യുദ്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെ ഒത്തിരി എക്സ്പെൻസസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കിട്ടുന്ന കാശ് മുഴുവൻ, ഈ ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ് ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം അവർ യൂസ് ചെയ്തത് അവരുടെ മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷ് ആർമീനെ നോക്കാനും അവർ മറ്റു രാജ്യങ്ങളുമായിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ വരുന്ന ചെലവുകൾ വഹിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കിട്ടുന്ന വരുമാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രത്തോളം ട്രേഡൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അത് നെഗറ്റീവായിട്ടാണ് ഇന്ത്യയെ ബാധിച്ചത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വിദേശ വ്യാപാരം അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. പുരാതന കാലം മുതൽക്കേ വിദേശ വ്യാപാരത്തിൽ പ്രശസ്തി ആർജിച്ച രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ കോളനി ഭരണകൂടം ഉൽപാദനം, വ്യാപാരം, തീരുവ എന്നീ മേഖലകളിൽ നടപ്പാക്കിയ നയങ്ങൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ ഘടനയെയും ഘടകങ്ങളെയും അളവിനെയും പ്രതികൂലമായി ബാധിച്ചു. ഇതിന്റെ ഫലമായി അസംസ്കൃത പട്ട്, പരുത്തി, കമ്പിളി, പഞ്ചസാര, നീലം, ചണം തുടങ്ങിയ പ്രാഥമിക വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിലെ ഫാക്ടറികളിൽ നിർമ്മിച്ച ലഘുയന്ത്രങ്ങൾ പോലുള്ള മൂലധന വസ്തുക്കൾ കൂടാതെ പൂർണ്ണ ഉപഭോഗ വസ്തുക്കളായിട്ടുള്ള പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ ഇവ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി. കൂടാതെ നിക്ഷിപ്ത ലക്ഷ്യങ്ങളോടെ ഇന്ത്യയുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും മേൽ കുത്തകാധിപത്യം ബ്രിട്ടൻ നിലനിർത്തി. ഇതിന്റെ ഫലമായി ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ പകുതിയിലധികവും ബ്രിട്ടനുമായും ശേഷിക്കുന്ന ഭാഗം ചൈന, സിലോൺ, പേർഷ്യ പോലുള്ള രാജ്യങ്ങളുമായിട്ട് നടത്താൻ നിർബന്ധിതമായി. സൂയസ് കനാൽ തുറന്നതോടുകൂടി ഇന്ത്യൻ വിദേശ വ്യാപാരത്തിന്മേലുള്ള നിയന്ത്രണം ബ്രിട്ടൻ കൂടുതൽ കർശനമാക്കി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദേശ വ്യാപാരത്തിന്റെ പ്രത്യേക ലക്ഷ്യം എന്താണ്? ഉയർന്ന കയറ്റുമതി മിച്ചം സൃഷ്ടിക്കുക എന്നതായിരുന്നു. അതായത് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, കയറ്റുമതി മിച്ചം, അതാണ് എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യം ഈ എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ വില തന്നെ നൽകേണ്ടി വന്നു. അതായത് ഭക്ഷ്യധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, മണ്ണെണ്ണ തുടങ്ങിയ പലതരത്തിലുള്ള അത്യാവശ്യ വസ്തുക്കളുടെ ലഭ്യത ആഭ്യന്തര കമ്പോളത്തിൽ കുറഞ്ഞു. ഈ വ്യാപാര മിച്ചം ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒഴുക്ക് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇവ ബ്രിട്ടീഷുകാരുടെ ഭരണ യുദ്ധ ചെലവുകൾക്കും ഒപ്പം വിവിധ സേവനങ്ങളുടെ ഇറക്കുമതി ചെലവിനായിട്ട് വിനിയോഗിക്കുകയും ചെയ്തു. ഇതെല്ലാം ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യൻ സമ്പത്തിന്റെ ഒഴുക്ക് സുഗമമാക്കി. ഓക്കെ, പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫോറിൻ ട്രേഡിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഹെഡിങ് ആണ് ജനസംഖ്യാസ്ഥിതി അഥവാ ഡെമോഗ്രഫിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിന് താഴെ നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി ആണ്. ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി, അതായത് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു രാജ്യവും അല്ലെങ്കിൽ ഏതൊരു എക്കോണമിയും 4 സ്റ്റേജിലൂടെയാണ് പാസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതൊരു രാജ്യവും 4 സ്റ്റേജിലൂടെ പാസ് ചെയ്യുന്നതാണ് എക്കണോമിക് എക്സ്പേർട്സ് പറയുന്നത്. ഒന്ന് അഗ്രേറിയൻ എക്കണോമി. ഓക്കെ, അഗ്രേറിയൻ എക്കോണമി അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളിലും ഏർപ്പെടുന്ന മെജോറിറ്റി ആളുകളും ഏർപ്പെടുന്ന തരത്തിലുള്ള ഒരു എക്കോണമിയാണ് അഗ്രേറിയൻ എക്കോണമി എന്ന് പറയുന്നത്. അതായത് തുടക്കത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളിലും ഏർപ്പെടുന്ന ആളുകളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് സംഭവിക്കും? ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഡെത്ത് റേറ്റും കൂടുതലായിരിക്കും. ഓക്കെ, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെയധികം കൂടുതലായിരിക്കും. കാരണം എന്താണ്? പഴയ ആ ഒരു കാലത്ത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ വളരെ കുറവല്ലേ. അപ്പോൾ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ദേശീയ വരുമാനം, ആളോഹരി വരുമാനമൊക്കെ വളരെ കുറവായിരിക്കും ഉണ്ടാവുക. അതാണ് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അഗ്രേറിയൻ എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെയാണ് ആദ്യം കടന്നു പോവുക. ദെൻ രണ്ടാമത്തെ സ്റ്റേജ്, ഓക്കെ 4 സ്റ്റേജിലൂടെ കടന്നു പോകും എന്നാണ് പറഞ്ഞത് ഏതൊരു എക്കോണമി ആണെങ്കിലും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതൊരു രാജ്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു എക്കോണമി ആയിക്കോട്ടെ അത് പതുക്കെ ഡെവലപ്ഡ് ആവാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജിൽ എന്താണ്? ഏതൊരു രാജ്യം ആയിക്കോട്ടെ അത് പതുക്കെ ഡെവലപ്ഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ഡെവലപ്ഡ് ആവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ വരും. അതുകൊണ്ട് തന്നെ ഡെത്ത് റേറ്റ് എന്താണ്? കുറയും. ഓക്കെ, ഡെത്ത് റേറ്റ് കുറയും, പക്ഷെ ബർത്ത് റേറ്റ് എന്താണ്? കൂടുതലായിരിക്കും. ഡെത്ത് റേറ്റ് കുറയും, ബർത്ത് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ഫേസിൽ എന്താണ്? ആളുകൾ ഇങ്ങനെ ഡെത്ത് റേറ്റ് കുറയാന്ന് പറയുമ്പോൾ മരണം കുറയും,
ആളുകൾ ഇങ്ങനെ ബർത്ത് റേറ്റ് കൂടുക എന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ പുതിയ കുട്ടികൾ ജനിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അവിടെ ഫേസ് ചെയ്യും. ഓക്കെ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഫേസ് ചെയ്യും. പോപ്പുലേഷൻ ഗ്രോത്ത് വളരെയധികം കൂടുതലായിരിക്കും. എപ്പോൾ? സെക്കൻഡ് സ്റ്റേജിൽ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും എങ്ങനെയാണ്? വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവാതെ ഇങ്ങനെ പോവുകയായിരിക്കും. അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് എക്കോണമി ആയിരിക്കും. ഫുള്ളി ഡെവലപ്ഡ് എക്കോണമി ആയിരിക്കും. അതായത് ബർത്ത് റേറ്റ് കുറവായിരിക്കും, ഡെത്ത് റേറ്റ് കുറവായിരിക്കും, പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും, പക്ഷെ ഒരു ചെറിയ റേറ്റിൽ മാത്രമാണ്, സ്മോൾ റേറ്റിൽ മാത്രമാണ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം ഇതെല്ലാം നല്ലൊരു പൊസിഷനിലാവുന്ന ഒരു സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഫോർത്ത് സ്റ്റേജിലൂടെ കടന്നു പോകുക എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ആവും. ഓക്കെ, പോപ്പുലേഷൻ സ്റ്റഡി ആവും. അതാണ് എക്കോണമിക് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഏതൊരു രാജ്യമാണെങ്കിലും അത് 4 സ്റ്റേജിലൂടെ കടന്നു പോകും എന്നാണ് പറയുന്നത്. ഇനി ഇത് ഇന്ത്യയുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ, ഇന്ത്യയുടെ കാര്യമാണ് നമുക്കിവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടന്നത് എപ്പോഴാണ്? 1881 ആദ്യമായിട്ട് സെൻസസ് നടന്നത്. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് എപ്പോഴാണ്? 1881. ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയുടെ അസന്തുലിതാവസ്ഥ ഇത് തുറന്നുകാട്ടി ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്. PSCയുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 10 വർഷം കൂടുമ്പോഴാണ്. ആദ്യത്തെ സെൻസസ് നടന്നത് 1881. ഇനി 1921 മുൻപ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലായിരുന്നു. അപ്പോൾ ആദ്യഘട്ടം എന്താണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റേജിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബർത്ത് റേറ്റ് കൂടുതലായിരിക്കും, ഡെത്ത് റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ 1921 വരെ ഇന്ത്യ എന്താണ്? ആദ്യ ഘട്ടത്തിലായിരുന്നു, ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. ഇനി രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് 1921 ശേഷമാണ്. രണ്ടാം ഘട്ടം ആരംഭിക്കുക എന്ന് പറയുമ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഡെത്ത് റേറ്റ് കുറവായിരിക്കും, ബർത്ത് റേറ്റ് കൂടുതലായിരിക്കും. കാരണം ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ വരും അല്ലേ? ഏതൊരു രാജ്യമാണെങ്കിൽ അതൊരു ഡെവലപ്ഡ് ആവാൻ വേണ്ടി തുടങ്ങുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ വന്ന് ഡെത്ത് റേറ്റ് കുറയും, ബർത്ത് റേറ്റ് കൂടും. അങ്ങനെയാകുമ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഫേസ് ചെയ്യും, പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ കൂടും. അങ്ങനെയാകുമ്പോൾ നാഷണൽ ഇൻകമും പെർ ക്യാപിറ്റ ഇൻകവും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവാതെ ഇങ്ങനെ പോകും. അപ്പോൾ 1921 ശേഷം ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? സെക്കൻഡ് ഫേസിലാണ്. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയും ജനസംഖ്യാ വളർച്ചാ നിരക്കും ഉയർന്നതായിരുന്നില്ല. ഇന്ത്യയിലെ സാമൂഹ്യ വികസന സൂചകങ്ങൾ ഒന്നും തന്നെ ഒട്ടും പ്രോത്സാഹപരമായിട്ടില്ല അവസ്ഥയിലായിരുന്നില്ല. രാജ്യത്തെ മൊത്തം സാക്ഷരതാ നിരക്ക് അത് നമ്മൾ പറയാം. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ഏതാണ്? സെക്കൻഡ് സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജ് എത്തിയിട്ടില്ല. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഫുള്ളി ഡെവലപ്ഡ് എക്കോണമിയാണെന്ന്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പോൾ തേർഡ് സ്റ്റേജിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് ഈ 4 സ്റ്റേജ് ഓഫ് എന്താണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഇവിടെ ബുക്കിൽ കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. 4 സ്റ്റേജ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോ പോയിന്റ് ആയിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജിലാണ്, സെക്കൻഡ് സ്റ്റേജിലാണ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ നമ്മൾ 4 സ്റ്റേജും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എഴുതിയെടുക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് അടുത്ത പോയിന്റ് ആണ് പറയുന്നത് സൂചകങ്ങൾ. അതായത് ഇന്ത്യയിലെ സാമൂഹ്യ വികസന സൂചകങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇന്ത്യയിലെ സാമൂഹ്യ വികസന സൂചകങ്ങൾ അതായത് ഏതൊക്കെയാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത്? സാക്ഷരതാ നിരക്ക്, ശിശുമരണ നിരക്ക്, ഓക്കെ, ഫീമെയിൽ സാക്ഷരത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെയാണ്. ആയുർദൈർഘ്യം, ഇതൊക്കെയാണ് എന്ത്? സൂചകങ്ങൾ. ഇന്ത്യയിലെ സാമൂഹ്യ വികസന സൂചകങ്ങൾ. അതൊക്കെ ഏത് ലെവലിലായിരുന്നു അന്നും ഇന്നും കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ നോക്കുക, രാജ്യത്തെ സാക്ഷരതാ നിരക്ക് അന്ന് എങ്ങനെയായിരുന്നു? 16% താഴെയായിരുന്നു. ഓക്കെ, ആ രാജ്യത്തെ സാക്ഷരതാ നിരക്ക് അന്ന് 16% താഴെയായിരുന്നു. ഇന്നത്തെ കാര്യം പറയുവാണെങ്കിൽ 71.2% ഇന്നത്തെ സാക്ഷരത എന്ന് പറയുന്നത്. 71.2%. ഇനി സ്ത്രീ സാക്ഷരതാ നിരക്ക് വെറും 7% താഴെയായിരുന്നു പണ്ട്. ഓക്കെ, അന്ന് സ്ത്രീ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 7% താഴെയാണ്. ഇന്ന് അത്
60.6%. ഇന്നത്തെ കണക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇന്നത് എത്രയാണ്? 60.6% ഇന്നത്തെ സ്ത്രീ സാക്ഷരത എന്ന് പറയുന്നത്. പൊതുജന ആരോഗ്യ സൗകര്യങ്ങൾ നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും ലഭ്യമായിരുന്നില്ല അല്ലെ. അന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത്, പബ്ലിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, മരണനിരക്ക് വളരെ കൂടുതലായിരിക്കും അല്ലെ. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മരണനിരക്ക് വളരെ കൂടുതലാണ് അല്ലെ. അപ്പോൾ തീർത്തും അപര്യാപ്തമായിരുന്നു. അതിനാൽ വായു ജലജന്യ രോഗങ്ങൾ വ്യാപകമാവുകയും ഇവ പിടിപെട്ട് ധാരാളം ആളുകൾ മരിക്കുകയും ചെയ്തു. അതിനാൽ മൊത്തം മരണനിരക്ക് വളരെ ഉയർന്നതായിരുന്നു. ഓക്കെ, ഇനി മൊത്തം മരണനിരക്ക് ഉയർന്നു എന്ന് മാത്രമല്ല, ശിശുമരണ നിരക്ക് അല്ലെങ്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 1000 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അതിൽ 218 കുഞ്ഞുങ്ങൾ മരിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ ശിശുമരണ നിരക്ക്. ഓക്കെ, 1000-ന് 218, 1000 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ 218 പേർ മരിച്ചു പോകും എന്നുള്ളതായിരുന്നു അന്നത്തെ കണക്ക്. ഇപ്പോഴത്തെ ശിശുമരണ നിരക്കിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. 1000-ന് 63 ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുക. അപ്പോൾ ആയുർദൈർഘ്യം 44 വർഷം മാത്രമായിരുന്നു. അടുത്ത കണക്കാണ് പറയുന്നത്. ശിശുമരണ നിരക്ക് അത്രയാണ് പറയുന്നത് കേട്ടോ. 1000-ന് 218 എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിരക്ക്. ഇപ്പോൾ എത്രയാണ്? 1000-ന് 63 ആണ്. 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 63 കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത്. ഇനി ആയുർദൈർഘ്യം നോക്കുകയാണെങ്കിൽ 44 വർഷം മാത്രമായിരുന്നു പണ്ടത്തെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അതായത് ജനിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ശരാശരി 44 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഇപ്പോഴത്തെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 68 വർഷത്തിലോട്ട് കടന്നിട്ടുണ്ട്. ഓക്കെ, 68. അപ്പോൾ 44-ഉം 68 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, വിശ്വാസയോഗ്യമായ ദത്തങ്ങളുടെ അഭാവത്തിൽ അക്കാലത്തെ ദാരിദ്ര്യത്തിന്റെ വ്യാപ്തി അളക്കൽ പ്രയാസമാണ്. എങ്കിലും കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ കഠിനമായ ദാരിദ്ര്യം നിലനിന്നിരുന്നുവെന്നതും അത് ഇന്ത്യൻ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യയിലെ സാമൂഹ്യ വികസന സൂചകങ്ങൾ ഓരോന്നും എത്ര ശതമാനമൊക്കെയാണ് അന്നും ഇന്നും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് തൊഴിൽ ഘടന അഥവാ ഒക്യുപ്പേഷണൽ സ്ട്രക്ചറാണ്. അപ്പോൾ തൊഴിൽ ഘടന അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മേഖല, തൊഴിൽ ഘടന അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ 3 ആണുള്ളത്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി, ടേർഷ്യറി അല്ലെ. കാർഷികം, അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. എന്താണ്? കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, ഇങ്ങനെ 3 സെക്ടറാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ തൊഴിൽ ഘടന, അതായത് വിവിധ വ്യവസായങ്ങളിലും മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവരുടെ വിതരണത്തിൽ ചെറിയ മാറ്റങ്ങൾ പ്രകടിപ്പിച്ചു. മൊത്തം തൊഴിൽ ശക്തിയുടെ ഏറിയ പങ്കും കാർഷിക മേഖലയായിരുന്നു. ഓക്കെ, പ്രൈമറി സ്ട്രക്ചർ, പ്രൈമറി അല്ലെങ്കിൽ കാർഷിക മേഖലയായിരുന്നു ഏറിയ പങ്കും. എത്ര ശതമാനമാണ്? 70% മുതൽ 75% വരെ കാർഷിക മേഖലയിലുള്ളവരാണ്. എന്നാൽ ഉൽപ്പന്ന നിർമ്മാണ മേഖല 10%, ഉൽപ്പന്ന നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ, ഓക്കെ, സെക്കൻഡറി സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ 10%, സേവന മേഖല സർവീസ് സെക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 15-20% തൊഴിൽ ശക്തിയാണ് ഉൾക്കൊണ്ടിരുന്നത്. ആ ശതമാനം പഠിച്ചു വെച്ചേക്കുക. ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത വർദ്ധിച്ച പ്രാദേശിക തലത്തിലുള്ള അന്തരമായിരുന്നു. അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിലും ഇന്നത്തെ സംസ്ഥാനങ്ങളായിട്ടുള്ള കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗങ്ങളായിരുന്നു. അത് ഓർത്തിരിക്കുക കേട്ടോ. മദ്രാസ് പ്രവിശ്യയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇന്നത്തെ സംസ്ഥാനങ്ങളായിട്ടുള്ള കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവയാണ് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗങ്ങളായിരുന്നത്. ബോംബെയിലും ബംഗാളിലും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം കുറവും നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലുമുള്ളവരുടെ എണ്ണം കൂടുതലുമായിരുന്നു. അതേസമയം ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാർഷിക മേഖലയിൽ തൊഴിൽ ശക്തി ഉപയോഗം ഉയർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, ഓക്കെ, തൊഴിൽ ഘടനയിൽ പറയുന്നത്. അപ്പോൾ ഓരോ മേഖലയും എത്ര ശതമാനമാണ് വരുന്നത് എന്നുള്ള കാര്യം പഠിച്ചിരിക്കാം. ഇനി ഇവിടെ നമ്മളൊരു ബോക്സ് വിട്ടുപോയി. സൂയസ് കനാലിലൂടെയുള്ള വ്യാപാരം. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്താണ്? വടക്ക് കിഴക്കൻ ഈജിപ്തിലെ സൂയസ് കരയിടുക്കിന് സമാന്തരമായി വടക്ക് തെക്ക് നീണ്ടുകിടക്കുന്ന മനുഷ്യനിർമ്മിത ജലമാർഗമാണ് സൂയസ് കനാൽ. വടക്ക് കിഴക്കൻ ഈജിപ്തിലെ സൂയസ് കരയിടുക്കിന് സമാന്തരമായിട്ട് വടക്ക് തെക്ക് നീണ്ടുകിടക്കുന്ന മനുഷ്യ നിർമ്മിത ജലമാർഗമാണ് സൂയസ് കനാൽ. ഇത് മെഡിറ്ററേനിയൻ കടലിലെ പോർട്ട് സെയ്ദിനെയും ചെങ്കടലിന്റെ കൈവഴിയായ സൂയസ് ഉൾക്കടലിനെയും പരസ്പരം ബന്ധിക്കുന്നു. അപ്പോൾ സൂയസ് കനാൽ ബന്ധിപ്പിക്കുന്നത് എന്തിനെയൊക്കെ തമ്മിലാണ്? മെഡിറ്ററേനിയൻ കടലിലെ പോർട്ട് സെയ്ദിനെയും ചെങ്കടലിന്റെ കൈവഴിയായിട്ടുള്ള സൂയസ് ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. തെക്കേ ഏഷ്യൻ രാജ്യങ്ങൾ, ഓക്കെ, സൂയസ് കനാൽ യൂറോപ്പ്,
അമേരിക്ക, തെക്കേ ഏഷ്യൻ രാജ്യങ്ങൾ, കിഴക്കൻ ആഫ്രിക്ക, ഓഷ്യാനിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ആഫ്രിക്കൻ വൻകരയെ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥ ഒഴിവാക്കുന്നു. അപ്പോൾ സൂയസ് കനാൽ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? യൂറോപ്പ്, അമേരിക്ക, തെക്കേ ഏഷ്യൻ രാജ്യങ്ങൾ, കിഴക്കൻ ആഫ്രിക്ക, ഓഷ്യാനിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ആഫ്രിക്കൻ വൻകരയെ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥ ഒഴിവാക്കുന്നത് ആരാണ്? സൂയസ് കനാലാണ്. സാമ്പത്തികമായും തന്ത്രപ്രധാനമായും ലോകത്തിലെ പ്രധാന ജലമാർഗങ്ങളിൽ ഒന്നാണ് സൂയസ് കനാൽ. 1869 ഇത് തുറന്നതോടുകൂടി, അപ്പോൾ സൂയസ് കനാൽ തുറന്നത് എപ്പോഴാണ്? 1869 ഇത് തുറന്നതോടുകൂടി യാത്രാ ചിലവ് കുറയുകയും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ കമ്പോളത്തിലേക്ക് പ്രവേശനം സുഗമമാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ത്യയെയും ബ്രിട്ടനെയും തമ്മിൽ ബന്ധിപ്പിച്ച സുപ്രധാന പാതയാണ് സൂയസ് കനാൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 1869 അത് തുറന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊഴിൽ ഘടന പറഞ്ഞു. ഇനി അടുത്തത് പശ്ചാത്തല സൗകര്യങ്ങൾ അഥവാ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാര്യം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, ബ്രിട്ടീഷുകാർ എന്താണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലേ. പക്ഷേ അവർ ചെയ്ത ചില കാര്യങ്ങൾ ഇന്ത്യക്ക് ബെനിഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റെയിൽവേ. ഓക്കെ, അവർ കൊണ്ടുവന്നിട്ടുള്ള റെയിൽവേ, അതുപോലെ തന്നെ എന്താണ് പോസ്റ്റ്, ടെലഗ്രാഫ് അങ്ങനെയുള്ളത്, പിന്നെ റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇതെല്ലാം അവർ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇന്ത്യക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നമുക്ക് നോക്കാം. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യങ്ങളായിട്ടുള്ള റെയിൽവേ, തുറമുഖം, ജലഗതാഗതം, തപാൽ, കമ്പിത്തപാൽ എന്നിവ വികസിച്ചു. എന്തൊക്കെയാണ്? റെയിൽവേ, തുറമുഖം, ജലഗതാഗതം, തപാൽ, കമ്പിത്തപാൽ എന്നിവ വികസിച്ചു. ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഇന്ത്യക്കാർക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ലഭിക്കുക എന്നതായിരുന്നോ? അല്ല, ഇന്ത്യക്കാർ ഡെവലപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന സൗകര്യങ്ങളല്ല, മറിച്ച് തങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഇവരുടെ എന്താണ് ബ്രിട്ടീഷ് ആർമിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ബ്രിട്ടീഷ് ആർമിയിലുള്ള ആളുകൾക്ക് മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ എന്താണ് സഞ്ചരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താണ് യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറിയത്. ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് നിർമ്മിച്ച റോഡുകൾ ആധുനിക ഗതാഗതത്തിന് ഒട്ടും അനുയോജ്യമായിരുന്നില്ല. ആദ്യത്തെ റോഡുകൾ നമുക്ക് ഗതാഗതത്തിന് ഒട്ടും അനുയോജ്യമായിരുന്നില്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സൈനിക നീക്കങ്ങൾക്കുള്ള സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് പല റോഡ് നിർമ്മാണങ്ങൾക്കും പിന്നിലുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ആർമിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, അവരുടെ യാത്രാ സൗകര്യം കറക്റ്റ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് റോഡ്. അതുപോലെ അസംസ്കൃത വസ്തുക്കൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കും തുറമുഖങ്ങൾക്കും തുടങ്ങിയ ഇടങ്ങളിലേക്കും എത്തിച്ച് അത് അവിടെ നിന്നും ഇംഗ്ലണ്ടിലേക്കോ ലാഭകരമായ മറ്റ് വിദേശ കേന്ദ്രങ്ങളിലേക്കോ എത്തിക്കുക എന്ന താല്പര്യം. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ നിന്നും റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലോട്ട് കൊണ്ടുപോകുകയായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ അസംസ്കൃത വസ്തുക്കൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നല്ല രീതിയിൽ തന്നെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. പിന്നെയോ എന്ന താല്പര്യം ഈ റോഡ് നിർമ്മാണങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ ഗ്രാമങ്ങളിൽ കുറവായതിനാൽ പ്രകൃതി ദുരന്തങ്ങളുടെയും ക്ഷാമത്തിന്റെയും അവസരങ്ങളിൽ ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1850 ഇമ്പോർട്ടൻ്റ് ആണ് വർഷം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1850 ആരംഭിക്കുന്നത്. അത് അവരുടെ സംഭാവനയായി കരുതുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഘടനയെ 2 രീതിയിലാണ് റെയിൽവേ സ്വാധീനിച്ചത്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ദീർഘദൂര യാത്രകൾ സാധ്യമായതോടുകൂടി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള അതിർവരമ്പുകൾ ഭേദിക്കാൻ സഹായകമായി. അതായത് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഇല്ലാതെയായി. എല്ലാവർക്കും ഇന്ത്യയിലുടനീളം എന്താണ് സ്വാതന്ത്ര്യമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. അതാണ് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള അതിർവരമ്പുകൾ ഭേദിക്കാൻ സഹായകമായി എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒക്കെ ഇല്ലാതെയായി. ഇന്ത്യയിലുടനീളം എന്താണ് എല്ലാവർക്കും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റി. രണ്ടാമതായിട്ട് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ അത് പരിപോഷിപ്പിച്ചെങ്കിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയെ ദോഷകരമായി ബാധിച്ചു. ഓക്കെ, വാണിജ്യവൽക്കരണം അതായത് കൊമേഴ്ഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞു. ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം അവരെന്താണ് നാണ്യവിളകൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞു. അത് ഒത്തിരി നന്നായി എങ്കിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത സെൽഫ് സഫിഷ്യന്റ് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ അത് ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്.
ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിച്ചു എന്നതിന് സംശയമില്ല. എങ്കിലും ഇതിന്റെ ഗുണമൊന്നും കൃഷിക്കാരായ ജനങ്ങൾക്ക് നേരിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും തരത്തിൽ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സ്പോർട്ട് സർപ്ലസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് എന്ത് ലഭിച്ചിട്ടില്ല, ഗുണകരമായിട്ട് വന്നിട്ടില്ല. റെയിൽവേയുടെ ആവിർഭാവം കൊണ്ട് ഇന്ത്യൻ ജനതയ്ക്കുണ്ടായ സാമൂഹ്യ നേട്ടം ചെറുതല്ല. എങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക നഷ്ടത്തെ മറികടക്കുന്നതിനായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിന് ഒത്തിരി സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് അല്ലേ. റെയിൽവേ എന്ന് പറയുന്നത് നമുക്കൊരു നേട്ടം തന്നെയാണ്. പക്ഷെ നമ്മുടെ സാമ്പത്തിക നഷ്ടത്തെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടമൊന്നും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? ആദ്യത്തെ റെയിൽവേ പാലം 1854 ബോംബെ ടു താനെയുമായി ബന്ധിപ്പിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, PSCക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. 1854 ബോംബെ ടു താനെയാണ് ആദ്യത്തെ റെയിൽവേ പാലം. റെയിൽവേ, റോഡ് എന്നിവയുടെ വികസനത്തോടൊപ്പം കോളനി ഭരണകൂടം ഉൾനാടൻ വ്യാപാരവും കടൽ ഗതാഗത മാർഗങ്ങളും വികസിപ്പിക്കുവാനുള്ള നടപടിയെടുത്തു. എങ്കിലും ഈ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല. ഉൾനാടൻ ജലഗതാഗതം ഒറീസയിലെ തീരദേശ കനാൽ സംവിധാനത്തെ പോലെ തന്നെ സാമ്പത്തികമായി ലാഭമായിരുന്നില്ല. ഉയർന്ന ചെലവിൽ നിർമ്മിച്ചിരുന്ന കനാൽ സംവിധാനമായിരുന്നിട്ടും റെയിൽവേയുമായി മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല. ഏറെ താമസിയാതെ ആ പ്രദേശത്ത് കനാലിന് സമാന്തരമായി റെയിൽവേ വരികയും കനാൽ സംവിധാനത്തെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. ചെലവേറിയതാണെങ്കിലും വൈദ്യുതീകൃത കമ്പിത്തപാൽ സംവിധാനം രാജ്യത്തിന്റെ ക്രമസമാധാന പാലനത്തിൽ വലിയ പങ്കാണ് വഹിച്ചത്. തപാൽ സംവിധാനം ഉപകാരപ്രദമായിരുന്നുവെങ്കിലും വർദ്ധിച്ച ആവശ്യങ്ങൾക്കനുസൃതമായ സേവനം നൽകാൻ പര്യാപ്തമായിരുന്നില്ല. പശ്ചാത്തല സൗകര്യങ്ങളെക്കുറിച്ച് വിശദ വിവരങ്ങൾ 8ാമത്തെ അധ്യായത്തിലും കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്പിത്തപാൽ വന്നത് എപ്പോഴാണെന്നുള്ള വർഷമൊക്കെ നമുക്ക് PSCയിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുക, 1932 ടാറ്റ എയർലൈൻസ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1932 ടാറ്റ എയർലൈൻസ് ആരംഭിച്ചത് എന്നുള്ള ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ +1 എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബോക്സിലുള്ളതും എല്ലാ കാര്യങ്ങളും ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നാൽ മതിയെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ PDF വേണമെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ഇട്ട് തന്നേക്കാം. വേണ്ടവരുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നോളും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്